സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഈ വണ്ടി വരുന്നുണ്ട്. അത് എന്തൊക്കെയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഡ്യുവൽ സോൺ AC. അപ്പോൾ ഡ്യുവൽ സോൺ AC ഈ മെമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിഷ് മച്ചാൻസ് വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്രയുടെ 3XO എന്ന് പറഞ്ഞ വണ്ടിയാണ്. 3XOയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. 3XO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചർ ലോഡാണ്. ഇതുപോലെ അടിപൊളി ഫീച്ചേഴ്സ് ഉള്ള പുതിയൊരു വെഹിക്കിൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല. 35 സ്പെഷ്യൽ സേഫ്റ്റി ഫീച്ചർ ലോഡഡാണ് നമ്മുടെ മഹേന്ദ്ര 3XO എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ AX5 ലക്ഷറി എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അപ്പോൾ AX5 ലക്ഷറി ഇതുവരെ ആരും നമ്മുടെ വീഡിയോ ചെയ്തിട്ടില്ല. AX5 ലക്ഷറി വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതിനേക്കാൾ ഉപരി വണ്ടിയുടെ ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ നിങ്ങൾക്ക് ഡിസൈൻ കണ്ടാൽ അറിയാം, ഒരു C-ടൈപ്പ് LED ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ബൈ ഫങ്ഷണലായിട്ടുള്ള അടിപൊളി പ്രൊജക്റ്റഡ് ലൈറ്റാണ് വരുന്നത്. ഇത് LED ആണ്. പക്ഷേ അതേ സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. അത് എല്ലാ വേരിയൻറ്റിലും ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ കുറഞ്ഞ വേരിയൻറ്റിലൊക്കെ വരുന്ന ഹാലജൻ ലൈറ്റ്സ് ആണ് വരുന്നത്. ഇത് വരുന്നത് LED ലൈറ്റ്സ് ആണ്. ഇത് ബൈ ഫങ്ഷണലാണ്. അപ്പോൾ അതിൻ്റെ ഡയമണ്ട് ഡിസൈനൊക്കെ ഇത് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം, ഒരു അതിൻ്റെ ആ ഫ്രണ്ടിലെ ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മഹേന്ദ്രയുടെ എംബ്ലമൊക്കെയാണ്, ഒരു ബിഗാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് താഴത്തേക്ക് എയർ ഡാം ഡിസൈൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വലുതായിട്ടാണ് എയർ ഡാം ഡിസൈൻസൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ തന്നെ പറയുക, നിങ്ങൾക്ക് ലുക്സ് വൈസിൽ ഏത് വണ്ടിയാണ് ഇഷ്ടം, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്സ് എങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് XUV 700 ഉള്ള ആൾക്കാരുണ്ടാവാം, അത് എടുക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ലുക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബമ്പറൊക്കെയാണെന്ന് ഒരു സ്പെഷ്യൽ ഡിസൈനാണ്. ഇപ്പോൾ നമ്മളുള്ള ഒരു മഴയത്താണ്, നല്ല മഴയാണ്, എന്നാൽ പോലും നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. ഇനി വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ സൈഡ് ആംഗിളാണ്. സൈഡ് ആംഗിളിൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഒരു ഡിസൈനാണ് നമുക്ക് 3XO കൊണ്ടുവന്നിരിക്കുന്നത്. കാണാം, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വളരെ വെറൈറ്റി ആയിട്ട് കർവി ഡിസൈൻ സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾ വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടി ഇടിക്കാതിരിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അപ്രോച്ച് ആംഗിൾ ഇവിടെ വരും, ഡിപ്പാർച്ചർ ആംഗിളാണ് ബാക്കിൽ വരിക. അപ്പോൾ നമ്മുടെ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത് MRFൻ്റെ ടയറാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 205 65 R16 അളവാണ് വരുന്നത്. അതേസമയത്ത് ഇത് 16 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത AX7 വേരിയൻറ്റ് അല്ലെങ്കിൽ അപ്പർ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 17 ഇഞ്ചാണ് വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു മഹേന്ദ്രയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. XUV 3XO എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ഡിസൈൻ തന്നെയാണ്. LED ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം മുകളിലോട്ടുള്ള ഒരു റൂഫിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പോലത്തെ ഒരു ഡിസൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാപ്പ് റെയിൽസിലാണെന്നുണ്ടെങ്കിലും ഇത് അടിപൊളി ഡയമണ്ട് കട്ടാണ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ഡയമണ്ട് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റി സംഭവം തന്നെ, വെറൈറ്റി ഡിസൈൻ തന്നെയാണ്. നമുക്ക് ബാക്ക് വൈപ്പേഴ്സും ഡിഫോഗറും എല്ലാം ഈ നമ്മുടെ 3XOയ്ക്ക് വരുന്നുണ്ട്. അത് ഏതൊക്കെ വേരിയൻറ്റിലാണ്, എന്തൊക്കെ ഫീച്ചറാണ് സ്പെസിഫിക് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. അതെല്ലാം നിങ്ങൾക്ക് റീപ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ബൂട്ട് സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ വണ്ടിയുടെ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് നോക്കി അറിയാം, അത്യാവശ്യം നല്ല ലഗേജസ് വെക്കാനുള്ള സ്പേസ്. നമുക്ക് ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകുമ്പോഴും ഒക്കെ നമുക്ക് ഒരു നല്ല ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒരു 364 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് 60-40 സ്പ്ലിറ്റ് വരുന്ന നല്ല അടിപൊളി സീറ്റ്സ് ആണ്, അതും ഫാബ്രിക് സീറ്റ്സ് ആണ്. നമുക്ക് ഈ ഹെഡ് റെസ്റ്റും ഉണ്ട്. നമുക്ക് ഈവൻ ഈ ഹെഡ് റെസ്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊരി ഇങ്ങോട്ട് വെക്കണമെങ്കിൽ വെക്കാം. ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റാനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഈ ഹെഡ് റെസ്റ്റ് വേണം ഊരി മാറ്റാനുള്ളതേ ഉള്ളൂ. അപ്പം അത്ര എളുപ്പമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷറി AX5 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഉള്ളിലാണ്. ഈ ഒരു ഇൻറ്റീരിയർ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എന്തൊരു ഭംഗിയാണ്, എന്തൊരു സ്റ്റൈലിഷ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസി ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡിസ്പ്ലേ തന്നെ കാണുമ്പോൾ 10.23 ഇഞ്ചിൻ്റെ ട്വിൻ HD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം 3 മോഡ്സ് ഇതിനകത്ത് അവർ കാണിക്കുന്നുണ്ട്. സിപ്പ്, സാപ്പ്, അതുപോലെ തന്നെ സൂം എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാം. സൂം എന്ന് പറയുന്നത് അത് സ്പോർട്സ് മോഡാണ്. മറ്റേതെന്ന് പറയുന്നത് ഇതൊരു സിറ്റി മോഡായിട്ടും സിപ്പ് എന്ന് പറയുന്ന ഒരു എക്കോ മോഡുമായിട്ടാണ്. അപ്പോൾ മൈലേജ് ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിപ്പിൽ ഓടിക്കാം. സ്പോർട്സ് മോഡിലൊക്കെ പോകണമെങ്കിൽ സൂമിലേക്ക് വരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രൈവ് മോഡ്സ് വരുന്നത്.
അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ AC വെൻസ് വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ 1 2 3 4 AC വെൻസോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡയമണ്ട് കട്ട് ഡിസൈൻ വരുന്നുണ്ട്. കൂൾഡ് ഗ്ലൗ ബോക്സ്, ഇതാണ് അതിൻ്റെ ഒരു ഗ്ലൗ ബോക്സിൻ്റെ സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസും നമ്മുടെ ആ ഒരു ഡോക്യുമെൻ്റൊക്കെ വെക്കാനുള്ള സ്പേസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ ട്രയൽ ചെയ്യുന്നത് ഒരു പെട്രോൾ വേരിയൻ്റാണ്. അതിനകത്ത് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ അടിപൊളി USB പോർട്ട് വരുന്നുണ്ട്. ഒരു ക്ലാസിക് ഗിയർ നോബ്സ്, നമ്മുടെ കീ ഫോബ് വരുന്നത് എന്തൊരു ഭംഗിയാണല്ലേ. കീ ഫോബൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ഹോൾഡ്, അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ ആയിട്ടുള്ള സ്പെഷ്യൽ ഓപ്ഷൻസ് എല്ലാം ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ വ്യൂ. ഈ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഫോർവേഡ് വിസിബിലിറ്റി വരുന്നത്. നമുക്ക് റോഡ്സിലേക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം 23.7 ഡിഗ്രീസിൻ്റെ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. വേറെ ഏതൊരു വണ്ടിക്കും ഇത്ര വ്യൂ കിട്ടില്ല എന്നുള്ളത് ഈ വണ്ടിയുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. ഈ വണ്ടിയിൽ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫാബ്രിക് സീറ്റാണ്, നല്ല തൈ സപ്പോർട്ട്സ് ഉണ്ട്. പിന്നെ അതുപോലെ ലെഗ് സ്പേസ് വരുന്നത് നിങ്ങൾക്ക് കാണാം, നല്ല സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 6 അടി പൊക്കമുള്ള ഒരാൾക്ക് ഇത്രയും നമുക്ക് സീറ്റ് പുറകിലോട്ട് ഇറക്കിയാലും നമുക്കുണ്ടോ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. എൻ്റെ ഹെഡ് റൂം നിങ്ങൾക്കറിയാം, എൻ്റെ ഒരു 173 സെൻറ്റിമീറ്ററാണ് എൻ്റെ പൊക്കം എന്നുണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഇത്രയും ഹെഡ് റൂം നമുക്ക് ഏകദേശം വലിയ കുഴപ്പമില്ലാത്തൊരു ഹെഡ് റൂം നമുക്കിതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് നമുക്ക് നല്ല AC വെൻസ് വരുന്നുണ്ട്. നമുക്കിവിടെ AC വെൻസ്, അതുപോലെ തന്നെ ഒരു സീറ്റ് പോർട്ട് ചാർജിങ്ങിന് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് ചാർജിങ് വേറെ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് ഇവിടെ നമുക്ക് അത്യാവശ്യം നമുക്കൊരു 1 ലിറ്റർ ബോട്ടിലൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു അടിപൊളി നല്ല ഒരു സ്പേസും, നമുക്ക് ഡോർ സൈഡ് സ്പേസും കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്വിച്ചസുമാണ്. അതുപോലെ തന്നെ ഒരു ലെതർ ലൈറ്റ് സപ്പോർട്ട്, നമുക്കിതുപോലെ കൈയൊക്കെ വെക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സൺ വൈസർ. ഇത് റൈറ്റ് സൈഡാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതിങ്ങനെ സൂര്യൻ്റെ ഒരു ഇതൊന്നും ഇല്ലാതെ നമുക്ക് കണ്ണിലോട്ടൊന്നും അടിക്കാതിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട പോലെ നമ്മുടെ ആ ഒരു ഇത് അപ്രോച്ച് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് അത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ സൺറൂഫ് വരുന്നത് ഏകദേശം AX7 തൊട്ടാണ് പനോരമിക് സൺറൂഫ് വരുന്നത്. അതുവരെ സിംഗിൾ പെയിൻ സൺറൂഫാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ലൈറ്റ് 2 ലൈറ്റാണ് വരുന്നത്. നമുക്ക് 2ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ കത്തിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതാണ് വാനിറ്റി മിറർ വരുന്നത്. നമുക്ക് ഈ വാനിറ്റി മിറർ നമുക്ക് ഇതിങ്ങനെ ഓണാക്കുമ്പോൾ ഈ വാനിറ്റി മിറർ തുറക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ മുഖമൊക്കെ നോക്കാം. സാറിന് എല്ലാവരും ക്യാമറയിലായിരിക്കും നോക്കുന്നത്, പക്ഷേ ഇത് നമ്മുടെ മുഖം ഇവിടെ വെട്ടം വരും. അപ്പോൾ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ലൊരു ക്വാളിറ്റിയുള്ള മിററാണ്. അപ്പോൾ ഇതും ഒരു വൈസറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് റിഫ്ലക്ഷൻസ് ഒന്നും അടിക്കാതെ തന്നെ നമുക്ക് വണ്ടിയുടെ ആ ഒരു റിഫ്ലക്ഷൻ ഒന്നും അടിക്കാതെ, അല്ലെങ്കിൽ ഹെഡ് ലൈറ്റിൻ്റെ ലൈറ്റ്സൊന്നും നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു സ്പെഷ്യൽ മിററാണ്. അതൊക്കെ ഒരു അഡാസ് ഫീച്ചറിനകത്ത് വരുന്നൊരു സംഭവം തന്നെയാണ്. ഈ സ്റ്റിയറിങ്ങിനെ കുറിച്ച് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹേന്ദ്രയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ് സ്റ്റിയറിംഗ് മോഡ്സ്. 3 മോഡ്സിലാണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് കംഫർട്ട് വരുന്നുണ്ട്, 2 നോർമൽ വരുന്നുണ്ട്, 3 സ്പോർട്സ് വരുന്നുണ്ട്. അറിയാം, നമുക്ക് സ്പോർട്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കും നമ്മൾ പോവുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് സ്റ്റിഫ് ആവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നോർമലിൽ വരുമ്പോൾ ഒരു നോർമൽ രീതിയിലും, കംഫർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്മൂത്തൻ ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് ഇത് സ്റ്റിയറിംഗിൽ വരുന്നത്. അടുത്തത് നമ്മൾ സ്വിച്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് നമുക്ക് ലോ ആക്കാനും അപ്പ് ചെയ്യാനും ഉള്ളതാണ്. ഇപ്പോൾ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര പേരാണ് എണ്ണം ഉള്ളത് അതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കൊടുക്കുക. 2 പേര് പാസഞ്ചറാണെങ്കിൽ 2 ആക്കുക, 3 ആക്കുക, അങ്ങനെയാണ്. വളരെ സിമ്പിളാണിത്. പിന്നെ അതുപോലെ തന്നെ എയർ വെൻസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഇഗ്നീഷ്യൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് അല്ല. നമുക്കൊരു ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വണ്ടി ഒന്ന് സ്റ്റോപ്പാകുന്ന ട്രാഫിക്ക് പോയി നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആവും. ഓപ്ഷൻ വേണമെങ്കിൽ മാത്രം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഡിഫോൾട്ടായിട്ട് ഓണായി കിടക്കും, നിങ്ങൾക്ക് ഓണോ ഓഫ് ആക്കാം. അതുപോലെ തന്നെ ഇത് ഹിൽ ഡിസെൻ്റ് ആണ്. ഹിൽ ഡിസെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇന്ന സ്പീഡിൽ ഇറങ്ങിയാൽ സ്ലോ ആയിട്ട് പോകും. അത് ഇന്ന സ്പീഡൊക്കെ കീപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് വരിക. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുള്ള ഹാൻഡിൽസിലാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഞാൻ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ മെയിനായിട്ടും ഇതിനകത്ത് വരുന്ന ഒത്തിരി അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ വൈപ്പേഴ്സൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിങ് നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോകുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആ ഒരു സ്പീഡ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. അതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ വേണമെങ്കിൽ ഓപ്ഷൻസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്ക് ഇതിനകത്ത് തന്നെ എല്ലാം നമുക്ക് ഇവിടുന്ന് ഈ പ്രസ്സിലൂടെ തന്നെ നമുക്ക് ചെയ്യാം. ഈവൻ നമുക്കൊരു ഈ റൈറ്റ് സൈഡ് എന്നുള്ളത് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള സൈഡാണ് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഈ ഒരു ഹാൻഡിലിൻ്റെ ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് വോളിയം അപ്പ് ചെയ്യാം, കോള്, അതേസമയത്ത് മ്യൂട്ട് ചെയ്യണം, മ്യൂട്ട് എല്ലാം സംസാരിക്കണം, അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഹെഡ് ലൈറ്റിനകത്ത് ഓട്ടോ സെറ്റ് ചെയ്യാം. ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഒത്തിരി ഡാർക്കർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹെഡ് ലൈറ്റ് ചേഞ്ച് ആയി വരും. നമുക്ക് ഓഫ് ചെയ്യാം, എല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് വരുന്ന ഡിമ്മ് ബ്രൈറ്റ് അതിൻ്റെ ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ അതുകൊണ്ട്. ഇനി ഇപ്പുറ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വൈപ്പേഴ്സ് വേണമെങ്കിൽ ഓട്ടോയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓട്ടോ തന്നെ അത് ഡീൽ ചെയ്തോളും. അതേസമയത്ത് റെയിൻ കൂടുന്നതനുസരിച്ച് അത് സ്പീഡ് കൂടണമെന്നുണ്ടെങ്കിൽ അത് തന്നെ കൂടിക്കോളും. ഇനി അതല്ല ഓട്ടോ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. അതേസമയം ഇപ്പോഴത്തെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ് യൂഷ്വൽ നമുക്ക് ആ ഒരു സർഫസിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കാനുള്ള ഓപ്ഷനാണ്. അങ്ങനെ എല്ലാം ഇവിടെ സൈഡിൽ സ്വിച്ചും എല്ലാം വന്നിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും നമ്മുടെ ഈ ഒരു 3XOക്കകത്ത് വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിലേക്ക് വരുന്നത് നമുക്ക് ഒത്തിരി ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് നമുക്ക് AC-യുടെ നേരത്തെ പറഞ്ഞ ഡ്യുവൽ സോൺ AC ആണ്. അപ്പോൾ AC-യുടെ നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് മോഡ്സ് വേണം സെറ്റ് ചെയ്യാം, ട്രാക്ഷൻ കൺട്രോള്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹസാർഡിൻ്റെ ഇത്, പിന്നെ അതുപോലെ തന്നെ പാസഞ്ചർ എയർ ബാഗ്, ഇതൊരു ഡെമ്മി സ്വിച്ചാണ്. പിന്നെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാം. പിന്നെ അവിടെ സൈഡിൽ നമുക്ക് വേറെ സ്വിച്ച് ഉണ്ട്, ആ ഡോറിൻ്റെ സൈഡിലാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, പിന്നെ ആ ഒരു AC-യുടെ കൺട്രോൾ തന്നെ. ഇത് നമുക്ക് ഇതിനകത്ത് തന്നെ പല ഓപ്ഷൻ, AC-യുടെ ആ ഒരു ഫ്ലോ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള മോഡ്സ്, ഫാൻ വേണം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ AC ഓഫ് ആക്കാനുള്ള സ്വിച്ച്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ആ ഒരു എയർ ഇൻടേക്കിൻ്റെ ഓപ്ഷൻ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ അത് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഡിഫോഗർ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. മെമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡ്യുവൽ സോൺ AC, അപ്പോൾ ഡ്യുവൽ സോൺ ACയിൽ ഈ മെമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ രണ്ടുപേരും രണ്ട് സൈഡിലാണ് ഇരിക്കുന്നത്. ഉറപ്പായിട്ടും രണ്ടുപേർക്കും രണ്ട് ടെമ്പറേച്ചർ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഈ നോബിൽ ഓരോരുത്തർക്കും വേണ്ടത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഡ്രൈവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ നോബിൽ സെറ്റ് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഈ നോബിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡ്യുവൽ സോൺ AC എന്ന് പറയുന്നത് നമ്മുടെ മഹേന്ദ്ര 3XOയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് റെസ്റ്റ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസിംഗ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് അത്യാവശ്യം പേഴ്സോ നമ്മുടെ പെർഫ്യൂംസൊക്കെ ഇട്ട് വെക്കാനുള്ള അടിപൊളി ഒരു സ്പേസാണ് നമുക്ക് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി ഹാൻഡ് റെസ്റ്റാണ്. ഇതാണ് ഓട്ടോ ഹോൾഡ് ഓപ്ഷൻ. അപ്പോൾ ഈ ഓട്ടോ ഹോൾഡ് നമുക്ക് ഇതാക്കുവാണെങ്കിൽ തന്നെ വണ്ടി താഴോട്ട് പോവാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് നമുക്ക് നിർത്തുന്ന ഒരു ഓപ്ഷനാണ് ഓട്ടോ ഹോൾഡ്. ഇതാണ് പാർക്കിംഗ് ഓപ്ഷൻ. ഇത് പാർക്കിംഗ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർക്കിംഗ് നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സേഫായിട്ട് വണ്ടി നീങ്ങാതെ അവിടെ കിടന്നുള്ളൂ. നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ P ഓപ്ഷനിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ഈ പാർക്കിംഗ് ഞെക്കി അവിടെ വെക്കുക. ഈ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് ഈ വണ്ടിയുടെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് കാണും. നമുക്കിതുപോലെ കയറ്റത്തിലൊക്കെ കയറ്റത്തിലൊക്കെ നമുക്ക് വണ്ടി ഇതുപോലെ നിർത്തണമെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്താം. അതിന് നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹിൽ ഡിസെൻഡ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സേഫായിട്ട് പിടിച്ചു നിർത്താനുള്ള ഫീച്ചേഴ്സ്, അല്ല നമ്മുടെ സേഫ്റ്റി ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ വളരെ സ്മൂത്ത്, ഭയങ്കര ഒരു ഫെദർ ലൈറ്റ് സ്റ്റിയറിംഗ് ആണ് ഇതിൻ്റെ വരുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വണ്ടിയുടെ. പിന്നെ നിങ്ങൾക്ക് കാണാം അബ്സല്യൂട്ട്ലി നമ്മുടെ 360 ഡിഗ്രി ക്യാമറയാണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമുക്കൊരു റൈറ്റ് സൈഡ് നമുക്ക് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് അതിനകത്ത് ആ ഒരു ക്യാമറ എല്ലാം കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കാണാം. നാവിഗേഷൻ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ നമുക്കൊരു നാവിഗേഷൻ സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണണമെങ്കിൽ ഇവിടെ കാണാം. അതിനകത്ത് നമുക്ക് നാവിഗേഷൻ്റെ നിങ്ങളുടെ സ്റ്റാർട്ടിങ് എൻഡ് പോയിൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പാട്ട് കേൾക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് നല്ലൊരു ഫുൾ HD സിസ്റ്റം നമുക്കിവിടെ കാണാം. അത് എന്തുകൊണ്ടും ഞാൻ ഒന്നും പറയാനില്ല. 3XO വളരെ ഭംഗിയായിട്ടാണ് ഇപ്പം എല്ലാ ഫീച്ചറുകളും കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇതിനകത്താണ് ഒരു AX5 ലക്ഷറി ഓപ്ഷൻ ഈ ഒരു വ്ളോഗ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വേറെ ആരും ഈ ഒരു AX5 ഓപ്ഷൻ ചെയ്തിട്ടില്ല. ബേസ് വേരിയൻ്റ് തൊട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൈസിങ്ങും കാര്യങ്ങളും
എല്ലാം പറയുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ള എല്ലാം നിങ്ങളുടെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ബേസ് വേരിയൻ്റ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അതല്ല എൻ്റെ ഒരു മിഡിൽ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നിങ്ങളോട് പറയാൻ പോകുന്ന ഈ വണ്ടിയുടെ ഏതൊക്കെ മോഡൽസ് ഉണ്ടെന്നാണ്. വേരിയൻറ്റ്സ് വരുന്നത് MX1, MX2, MX2 Pro, MX3, MX3 Pro, AX5, AX5 Luxury, AX7 ആൻഡ് AX7 Luxury. ഇത്ര മോഡൽസാണ് വരുന്നത്. സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഈ വണ്ടി വരുന്നുണ്ട്. അത് എന്തൊക്കെയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ബേസിക് നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ XUV 3XO എന്ന് പറയുന്ന മോഡൽ എടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് അവർ തരുന്നത് 6 എയർ ബാഗ്, 4 ഡിസ്ക് ബ്രേക്സ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ESP സ്യൂട്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്ന് പറയും. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. അത് ഹാലജനിലാണ് വരുന്നത്. MX3 Pro തൊട്ടാണ് നമുക്ക് LED വരുന്നത്. അതുപോലെ തന്നെ റിയർ AC വെൻസ് എല്ലാ വണ്ടികളിലും വരുന്നുണ്ട്. 60/40 ഫോൾഡബിൾ സീറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഫോർ സെക്കൻഡ് റോ. അതൊക്കെ ഈ വണ്ടിയുടെ ഒരു മെയിൻ ഒരു കീ പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് ORVMs. ഇത്രയും ബേസിക് ആയിട്ടാണ് നമുക്ക് അവർ തരുന്നത്. ഈ വണ്ടിക്ക് ഒരു മെയിൻ സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മഹേന്ദ്ര 3XO എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിനകത്ത് ആ സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് വൈഡസ്റ്റ് കാർ ഇൻ ദ സെഗ്മെൻറ്റ്. ഈ ഒരു സെഗ്മെൻറ്റ്, ഈ ഒരു റേഞ്ചിലുള്ള മറ്റ് കോമ്പറ്റീറ്റർ വണ്ടികൾ, മാരുതി ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികളിൽ ഏറ്റവും കൂടുതൽ വൈഡസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ്. 1821 mm ആണ് ഇതിൻ്റെ ആ ഒരു വൈഡ്നെസ് വരുന്നത്. അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ ലോങ്ങുമാണ്. വീൽ ബേസ് വരുന്നത് 2600 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ സ്പ്ലിറ്റ് സീറ്റ് വരിക എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ വണ്ടിക്ക് സ്പെഷ്യൽ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും ഉണ്ട്. നിങ്ങൾക്കറിയാം, അപ്രോച്ച് ആംഗിൾ വരുന്നത് 23.6 ഡിഗ്രിയാണ് വരുന്നത്. ഡിപ്പാർച്ചർ ആംഗിൾ വരുന്നത് 39.6 ഡിഗ്രിയാണ് വരുന്നത്. വണ്ടി പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വെള്ളത്തിലൊക്കെ ചാടുന്ന സമയത്ത് ഇതിനൊരു സ്പെഷ്യൽ കപ്പാസിറ്റി ഉണ്ട്. വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതാണ് 350 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. അത്രയും തന്നെ ആ ലെവലിലൊക്കെ വണ്ടി പോകുന്നതാണെന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഏതൊക്കെ കളർ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതെന്നുണ്ടെങ്കിൽ സിംഗിൾ ടോൺ കളർ ഓപ്ഷനുണ്ട്, ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുണ്ട്. ഉറപ്പായിട്ടും ഷോറൂം ടു ഷോറൂം പല സ്ഥലത്തെ ഇതനുസരിച്ച് വേരി ചെയ്യാം. പക്ഷേ എന്നാൽ പോലും ഞാൻ എൻ്റെ കളർ നമുക്ക് വരുന്നത് നമുക്ക് സിട്രിൻ യെല്ലോ വരുന്നുണ്ട്, ഡീപ്പ് ഫോറസ്റ്റ് കളർ വരുന്നുണ്ട്, ബീച്ച് കളർ, എവറസ്റ്റ് വൈറ്റ് കളർ വരുന്നുണ്ട്, ഗാലക്സി ഗ്രേ, ഡെമൂല ബ്ലൂ, അതുപോലെ തന്നെ ബ്ലാക്ക്, അതുപോലെ തന്നെ ടാങ്കോ റെഡ്, അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ഓപ്ഷൻസിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് യെല്ലോ, ഫോറസ്റ്റ് കളർ, ഇത് തന്നെ ഡ്യുവൽ ഓപ്ഷനിലും ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു ബ്ലാക്കിഷ് കം ഒരു എന്താ പറയുക മറ്റ് കളറുകളായിട്ട് ക്ലബ്ബായിട്ടാണ് വരുന്നത്. അപ്പോൾ അതും ഒരു അത്യാവശ്യം നല്ല കളറുകളുണ്ട്. ഒരു 8 കളറോളമാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. ഇതിൻ്റെ ഏതൊക്കെ എൻജിൻ ഓപ്ഷൻസ് എന്നുള്ളതാണ് ഇനിയും പറയുന്നത്. ഓർഡറിലാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ വണ്ടിയുടെ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അത് AX5, ഈ ഓർഡറിൽ AX5 വരെയാണ് അത് വരുന്നത്. ടെർബോ ചാർജ് MPFI പെട്രോൾ എഞ്ചിനാണ്. അതിനകത്ത് പവർ വരുന്നത് 110 HP പവറാണ് വരുന്നത്. ടോർക്ക് വരുന്നത് 200 Nm ടോർക്കാണ്. ആ വണ്ടിയുടെ ഏകദേശം നോർമൽ മൈലേജ് കമ്പനി അവകാശപ്പെടുന്ന 18.89 ലിറ്ററാണ് മാനുവലിൽ. അതിൽ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 17.96 ആണ് km/ലിറ്ററാണ് അവരുടെ മൈലേജ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ സെക്കൻഡ് ഓപ്ഷൻ, അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ലിറ്ററിൻ്റെ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. അത് AX5 ലക്ഷറി തൊട്ടാണ് നമുക്ക് ആ ഓപ്ഷൻ കിട്ടുന്നത്. അത് TGDI ഗ്യാസ്ലിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതും പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. അതിൻ്റെ പവർ വരുന്നത് 130 bhp ആണ് വരുന്നത്. ടോർക്ക് വരുന്നത് 230 Nm ആണ്. നിങ്ങളൊരു വണ്ടി പവർ ഓറിയൻറ്റഡ് വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദിസ് ഓപ്ഷൻ. അതിൻ്റെ മൈലേജ് വരുന്നത് അത്യാവശ്യം മൈലേജ് ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ മൈലേജ് വരുന്നത് 20.10 km/ലിറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 18.20 km/ലിറ്ററോളം ആ വണ്ടിക്ക് വരുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഡീസലാണ്. ഡീസൽ വേരിയൻറ്റിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് വരുന്നത് 497cc വരുന്നുണ്ട്, 1497cc വരുന്നുണ്ട്, 3 സിലിണ്ടറാണ്. പവർ വരുന്നത് 116 bhp വരുന്നുണ്ട്. ടോർക്ക് 300 Nm ആണ് ടോർക്ക് വരുന്ന വണ്ടിയുടെ മൈലേജ് കമ്പനി പറയുന്നത്
21.2 km/L. ഇത്രയും മൈലേജ് ഓറിയൻറ്റഡ് വണ്ടിയും കൂടെയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വണ്ടിയുടെ വീൽ ബേസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വീൽ ബേസ് 2600 mm ആണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 201 mm ഗ്രൗണ്ട് ക്ലിയറൻസ്. അടി തട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത്യാവശ്യം ഒരു SUV ടച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ വണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ്, ഒരു കോമ്പാക്ട് SUV എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിലും ലെവലിലും മേളിലാണ് നമ്മുടെ മഹേന്ദ്ര 3XO വന്നിരിക്കുന്നത്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത് AX5 തൊട്ട് വേരിയൻ്റ് തൊട്ടാണ്. അപ്പോൾ ഞാൻ ഓർഡറിൽ നേരത്തെ ഞാൻ അതിൻ്റെ ഒരു ഓപ്ഷൻസ് കാണിച്ചപ്പോൾ AX5 വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പീക്കേഴ്സിനെ കുറിച്ചാണ് എടുത്ത് പറയേണ്ടത്. അപ്പോൾ 7 സ്പീക്കേഴ്സ് വിത്ത് സബ് വൂഫറാണ് ഓപ്ഷൻസ് വരുന്നത്. അതിനകത്ത് നമുക്ക് അതും ഇതുപോലെ തന്നെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് ആ 7 സ്പീക്കേഴ്സ് വരുന്നത്. മറ്റേതിലെല്ലാം നോർമൽ സ്പീക്കറാണ്. അതേസമയം ടോപ്പ് എൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഹർമാൻ്റെ തന്നെ ഓപ്ഷൻസ് ആണ്, സ്പീക്കേഴ്സാണ് വരുന്നത്. ആ ഒരു സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ അറിയാം 360-degree ക്യാമറയാണ് വരുന്നത്. അപ്പം ബ്ലൈൻഡ് വ്യൂ ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ്. ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിങ്ങനെ ഫ്ലോട്ടായിട്ട് പോലെ നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 360 ക്യാമറ വരുന്നത്. അപ്പം അത്യാവശ്യം ഒരു ബ്ലൈൻഡ് വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 35 സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നൊരു വണ്ടിയാണ്. അതിനകത്ത് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് തന്നെ 360-degree സറൗണ്ട് വ്യൂ ഉള്ളതാണ്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആ ഒരു പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ ഡിസ്ക് ബ്രേക്സ് ആണ് സേഫ്റ്റി ഫീച്ചറിനകത്ത് വരുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, അത് നമുക്ക് ഇതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓട്ടോ ഡിമ്മിങ് സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പവർ ബ്രേക്സും ഒക്കെ വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡും എല്ലാം നമ്മുടെ ഈ വണ്ടിക്ക് ഒരു ഫീച്ചറായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മുടെ 3XOടെ തന്നെ ലക്ഷറി വണ്ടികൾക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത് വലിയ ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ ഓട്ടോ എമർജൻസി ബ്രേക്കിങ്, അതുപോലെ തന്നെ ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, നമുക്ക് കൊളീഷൻ ഉണ്ടായിരിക്കാനുള്ള വാർണിംഗ് തരിക, ഓട്ടോ എമർജൻസി ബ്രേക്ക് ചെയ്യുക, ഒരു സൈൻ റെക്കഗ്നൈസേഷൻ, നമുക്ക് ഇത് എന്തെങ്കിലും വണ്ടിയുടെ ആ ഒരു പ്രോബ്ലം കാണിക്കുമ്പോഴോ അതിനകത്തുള്ള ആ ഒരു എന്തെങ്കിലും അലേർട്ട്സ് നമുക്ക് വരിക, ട്രാഫിക് സൈൻ റെക്കഗ്നൈസേഷൻ വരെ ഇതിൻ്റെ ആ ഒരു ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. ഒരു പൈലറ്റ് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് വരുന്നുണ്ട്. ഹൈ ബീം അസിസ്റ്റ് വരുന്നുണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ ഒരു ടോപ്പ് ഫീച്ചറിൽ അല്ലെങ്കിൽ ഈ മഹേന്ദ്രയുടെ തന്നെ ഒരു ടോപ്പ് വണ്ടികളുടെ തന്നെ വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ആമസോൺ അലക്സ. അപ്പോൾ അലക്സയോട് പറയാം, നമുക്കറിയാം അലക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. അലക്സയോട് പറയുമ്പോൾ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് സ്റ്റോപ്പും ഒക്കെ ചെയ്യും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഡിസ്പ്ലേയിൽ വരികയാണെന്നുണ്ടെങ്കിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഇതിൽ വരുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതെല്ലാം ആ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ വരുന്നത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ തന്നെയാണ്. അടുത്ത് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ലക്ഷറി ഫീച്ചറാണ്. അത് ലക്ഷറി ഓപ്ഷൻസിന് മാത്രമേ ഈ ഫീച്ചറുകളുള്ളൂ. അത് അഡാസ് ഫീച്ചർ എന്ന് പറയും. അപ്പോൾ അഡാസ് വരുന്നത് ലക്ഷറി വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ, ലക്ഷറി ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഫ്രണ്ടിലുള്ള വണ്ടികൾ തട്ടാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ആ ഒരു വാർണിംഗ് തരുന്നത് ഈ വണ്ടിയിൽ ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വാർണിംഗ് ആദ്യം നിങ്ങൾക്ക് തരും. രണ്ടാമത് നമുക്കൊരു ബ്രേക്കിംഗ് വരുന്നുണ്ട്, ഒരു എമർജൻസി ബ്രേക്കിംഗ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് വേണമെങ്കിൽ അത് ഓണോ ഓഫ് ഒക്കെ ചെയ്യാമെന്നുള്ള ഓപ്ഷനുണ്ട്. ഈ ബ്രേക്കിംഗ് നമുക്ക് വേണം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഈ ഇതിൽ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ഇതിൽ സ്റ്റിയറിങ്ങിൽ തന്നെ കൈവച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു പൈലറ്റിംഗ് ഓപ്ഷൻ പോലെ നമുക്ക് തരുന്നുണ്ട്, ഒരു അസിസ്റ്റിംഗ്. അപ്പോൾ അതൊക്കെ ഒരു AX5 ഓപ്ഷൻ തൊട്ട് അങ്ങോട്ട് മേളിലോട്ട് നമുക്ക് മാത്രമുള്ള ആ ഒരു ഓപ്ഷൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ വണ്ടിയുടെ ഒരു അഡാസ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീച്ചർ തന്നെയാണ് ഇവരുടെ വരുന്നത്. ഏത് ഓപ്ഷൻ തൊട്ടാണ് നിങ്ങൾക്ക് ക്രൂയിസ് കൺട്രോൾ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ MX3 എന്ന് തൊട്ടാണ്. MX3 വേരിയൻ്റ് തൊട്ട് മാത്രമേ നിങ്ങൾക്ക് ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്തൊക്കെ ഈ വണ്ടിയിലുണ്ടെന്നുള്ളത് ഒന്നുകൂടെ കേട്ട് നോക്കുക. അതാണ് സ്റ്റാൻഡേർഡ് ഫീച്ചർ. ബേസ് മോഡലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ്. അപ്പം ബേസ് മോഡലൊക്കെ നിങ്ങൾക്ക് കിട്ടാനാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ അതുകൊണ്ട് ബേസ് മോഡൽ അല്ലാതെ എപ്പോഴും ഒരു മിഡ് വേരിയൻ്റ് ഒക്കെ നോക്കുക. അതൊക്കെയാണെങ്കിൽ നിങ്ങൾക്കൊരു 2 മാസം ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ
ചെയ്യണം, എത്രയോ മുന്നേ നേരത്തെ തന്നെ വണ്ടി ബുക്ക് ചെയ്ത് വെക്കുക. അപ്പം ബുക്കിംഗ് കോസ്റ്റ് വരുന്നത് 21,000 അതിൻ്റെ ബുക്കിംഗ് കോസ്റ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സർവീസിനെ കുറിച്ചാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. 3 ഫ്രീ സർവീസാണ് ഈ വണ്ടിക്ക് വരുന്നത്. ആദ്യമേ 2000 കിലോമീറ്റർ, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ, മൂന്നാമത്തെ 20,000 കിലോമീറ്റർ. അങ്ങനെ 3 ഫ്രീ സർവീസാണ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് ഏകദേശം നമ്മുടെ ഇപ്പോൾ കോട്ടയത്തൊക്കെയാണെങ്കിൽ മാതാ ഹോസ്പിറ്റലിന് അപ്പുറമാണ് സർവീസ് സെൻറ്റർ വരുന്നതിന് ഏകദേശം ഒരു 2003 വളരെ നിസ്സാര റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ സർവീസൊക്കെയാണ് എല്ലാവരും നല്ല ഒരു കംഫർട്ടാണ് എല്ലാവരും പറയുന്നത്. ഇതിനകത്ത് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സാണ് ഈ വണ്ടിയുടെ വാറണ്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതിനകത്ത് 3 വർഷത്തെ നമുക്കൊരു ടൈം പീരീഡും കൂടെ ഇവർ തരുന്നുണ്ട്. അതിനകത്ത് എല്ലാ വണ്ടികൾക്കും നിങ്ങൾക്ക് കിലോമീറ്റേഴ്സ് ഒന്നില്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ എത്ര കിലോമീറ്റർ ആയിക്കോട്ടെ, പക്ഷേ ഇവർക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് കിലോമീറ്റേഴ്സ് തരുന്നത്. വേറെ ടയറിനൊന്നും കിട്ടില്ല, അല്ലാതുള്ള ഓപ്ഷൻസിന് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അത് സ്പെസിഫിക് ആയിട്ട് ഓർക്കുക. അപ്പം ആ ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ്, അടുത്തെന്ന് പറയാൻ റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ് നമുക്ക് സാധാരണ എല്ലാവരും തരുന്നത്. നമുക്ക് ഒരു വർഷം ആണെങ്കിൽ ഇത് ഇവിടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് എപ്പോഴും ഒരു 3 വർഷത്തേക്ക് തന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇതിന് പുറമെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടിയൊക്കെ ഇതും കഴിഞ്ഞെടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ അത്രയും ഫെസിലിറ്റീസാണ്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഓപ്ഷൻസാണ് നമുക്ക് മഹേന്ദ്ര ഇപ്പം അതുപോലെ നമുക്കിപ്പോൾ ഓപ്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് വണ്ടിയുടെ റേറ്റാണ്. എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രൈസ് റേഞ്ചാണ്. അപ്പം ഞാൻ ആകെ ഒരു 2-3 വേരിയൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നോക്കുക. ഞാനിപ്പം പറയുന്നത് 2024 ഒരു 6 മാസത്തെ ഒരു റേറ്റാണ് നിങ്ങൾ പറയുന്നത്. ഉറപ്പായിട്ടും അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ എക്സ് ഷോറൂമൊക്കെ റേറ്റ് അതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത് 7,49,000 രൂപയൊക്കെയാണ്. പക്ഷേ ഓൺ റോഡ് പ്രൈസ് MX1 മാനുവൽ ട്രാൻസ്മിഷൻ, പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ഏകദേശം ഓൺ റോഡ് 9,05,449 രൂപയാണ് ഇപ്പോഴത്തെ വില. അതുപോലെ തന്നെ അടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ MX3 Pro ഓട്ടോമാറ്റിക് വരുന്നത് 14,05,746 രൂപയാണ് വരുന്നത്. അതുപോലെ AX5 പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നത് 14,89,367 രൂപയാണ്. അതുപോലെ തന്നെ AX7 ഡീസൽ എഞ്ചിൻ, ഓട്ടോമാറ്റിക് ഡീസൽ എഞ്ചിന് വരുന്നത് ഏറ്റവും അത്യാവശ്യം ടോപ്പ് മോഡൽ തന്നെയാണ്. AX7 ലക്ഷറി ഓപ്ഷൻ TGDI എഞ്ചിനാണ് വരുന്നത്. അതിന് 19,14,555 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഫുൾ ഐഡിയ തന്നിരിക്കുകയാണ്. അപ്പോൾ ഏത് വണ്ടി ഏത് ഓപ്ഷൻ എടുക്കണം എന്നൊക്കെ കൃത്യമായൊരു ഐഡിയ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ MX3 Pro, അപ്പോൾ അതിന് നമുക്ക് ലക്ഷറി AX5 നമുക്ക് പെട്രോൾ വേരിയൻ്റ് ആണ്. അപ്പോൾ ഓൺലി പെട്രോൾ മാത്രമാണ് ആ ഒരു മോഡൽ. അതിന് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫീച്ചർ വരുന്നുണ്ട്. 360 ക്യാമറ, കൂൾഡ് ഗ്ലൗ ബോക്സ്, അതുപോലെ തന്നെ EPB ഓട്ടോ ഹോൾഡ് ഓപ്ഷൻസ്, അങ്ങനെല്ലാം പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ട്വിൻ HD ഡിസ്പ്ലേ, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോ ലാംപ്സ്, ഓട്ടോ വൈപ്പേഴ്സ്. അപ്പോൾ അത് ആ ഒരു ഓപ്ഷനൊക്കെ വരുന്ന അതിൻ്റെ പ്രൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 14,89,367 രൂപയാണ് അതിന് വരുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഹുഡ് പൊങ്ങിയാൽ തന്നെ ഇതുപോലെ ഹസാർഡ് ലൈറ്റ് കത്തും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചറുകളൊക്കെ, സേഫ്റ്റി ഫീച്ചറൊക്കെ ആഡ് ഓൺ ആയിട്ടാണ് നമ്മുടെ 3XOയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ സേഫ്റ്റി നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വണ്ടി ചൂസ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി 3XOയുടെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ഫുൾ ഇൻഫർമേഷൻ, എന്തൊക്കെ പ്രൈസ്, സർവീസ് എല്ലാം ബേസിക്കായിട്ട് നമ്മൾ എന്തൊക്കെ അറിയണോ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് ഒരു ഷോറൂമിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3XO അല്ലെങ്കിൽ മഹേന്ദ്ര ഫാൻസ് ഒത്തിരി പേരുണ്ട്, അല്ലെങ്കിൽ മഹേന്ദ്രയുടെ പുതിയ മോഡൽസ് ഏതൊക്കെയാണ് അറിയണം എന്നുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണണം. ഇതുപോലുള്ള ഇഷ്ടം പോലെ ഡിസ്ക്രിപ്ഷൻ വീഡിയോസൊക്കെ ഇനി നമ്മുടെ ഇതിലൂടെ വരുന്നുണ്ട്. പുതിയ വെഹിക്കിൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ എല്ലാം നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട്. അപ്പോൾ കീപ്പ് ഓൺ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.